ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് തന്നെ ഓരോ മണ്ഡലങ്ങളുടെ ചുമതലയും ഒപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷന്മാർക്കും ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇവിടെ പരാജയപ്പെടുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇതിൻ്റെ ആ മണ്ഡലത്തിൻ്റെ ചാർജ് ഉള്ളവർക്കായിരിക്കും. ഏതായാലും കഴിഞ്ഞ ദിവസം ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ, ഉത്തർപ്രദേശ് സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നു. തൊട്ടു പിന്നാലെ അദ്ദേഹം രാജിവെച്ചതായിട്ടുള്ള വാർത്തകൾ പുറത്തുവന്നു. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് അദ്ദേഹത്തോട് 2 മാസം കൂടി തൽസ്ഥാനത്തേക്ക് തുടരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിർണായകമായ 10 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക്, നിയമസഭാ സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് 2 മാസം കൂടി തുടരാനായി JP നദ്ദ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ കേശവ് പ്രസാദ് മൗര്യ ഉത്തർപ്രദേശിൻ്റെ ഉപമുഖ്യമന്ത്രിയാണ്. യോഗിയുമായിട്ടുള്ള ഭിന്നതയും പുറത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം BJPയുടെ ഒരു യോഗം ഉത്തർപ്രദേശിൽ നടന്നു, ലക്നൌവിൽ നടന്നിരുന്നു. ഈ പരാജയത്തിന് തൊട്ടു പിന്നാലെ BJPയുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ മുകളിലോട്ടുള്ള നേതാക്കന്മാരുടെ ഒരു യോഗമായിരുന്നു. JP നദ്ദയും യോഗി ആദിത്യനാഥും പങ്കെടുത്ത യോഗത്തിൽ ഉപമുഖ്യമന്ത്രി കൂടിയായ കേശവ് പ്രസാദ് മൗര്യ പറഞ്ഞത് പാർട്ടിക്ക് അതീതരല്ല ആരും എന്ന ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. ഇതിന് മറുപടിയായി യോഗി പറഞ്ഞത് അമിത ആത്മവിശ്വാസമാണ് പരാജയത്തിന് കാരണം. ഏതായാലും മൗര്യ യോഗി തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. ഏതായാലും ഈ പുതിയ മന്ത്രിസഭ വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്കായി ഇന്നലെ യോഗി ആദിത്യനാഥ് ഗവർണറെ കണ്ടത് ഈ പുതിയ മന്ത്രിസഭാ വികസനവുമായി ബന്ധപ്പെട്ടാണ് എന്ന് ചില വാർത്തകൾ പുറത്തു വരുന്നു. കാരണം BJPയുടെ ഒരു കനത്ത പരാജയം നേരിട്ട സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അവിടെ മുഖംമിനുക്കലിൻ്റെ ഭാഗമായി മന്ത്രിസഭ വികസിപ്പിക്കുന്നു. ഒപ്പം തന്നെ അവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി OBC വിഭാഗത്തിൽ നിന്ന് ഒരു നേതാവിനെ കൊണ്ടുവരാനാണ് ഇപ്പോൾ BJP ആലോചിക്കുന്നത്. നിലവിലുള്ള നേതാവ് ജാട്ട് വിഭാഗത്തിൽ നിന്നാണ്. അത് മാറ്റി OBC വിഭാഗത്തിലുള്ള ഒരു സംസ്ഥാന അധ്യക്ഷനെ കൊണ്ടുവരിക, മന്ത്രിസഭ വികസിപ്പിക്കുക. അങ്ങനെ ദ്രുതഗതിയിലുള്ള നീക്കങ്ങളാണ് ദില്ലിയിലും UP യിലുമായി നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.